പ്രൈസ് ദ ലോർഡ്. കർത്താവിൽ ശ്രേഷ്ഠ ദൈവജനമേ, യേശു ക്രിസ്തുവിനാൽ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, നിങ്ങൾക്ക് എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ഈ നല്ല പ്രഭാതത്തിൽ വലിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ നല്ല സാവകാശത്തിനും ഭാഗ്യത്തിനുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട്. ഈ വീഡിയോ അനേകർക്ക് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും കൂടെ ഒരു അനുഗ്രഹമായി തീരാനായിട്ട് നിങ്ങൾ എടുക്കുന്നതായ ഉത്തരവാദിത്വം നിങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും പല കുടുംബങ്ങൾക്കും പല വ്യക്തികൾക്കും പല ജീവിതങ്ങൾക്കും ഒരു അനുഗ്രഹവും ആശ്വാസവുമായി തീരാൻ ദൈവം സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവവചനത്തിൻ്റെ പ്രത്യേകത ഒരുവനെ ആശ്വസിപ്പിക്കുകയും അവനെ സന്തോഷിപ്പിക്കുകയും അവന് വിടുതലുകൾ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനമാണ്. നമുക്കിത് ദൈവം അനുഗ്രഹമാക്കി തരുന്നത് പോലെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി ലഭിക്കാൻ നിങ്ങളുടെ ഓരോ ഷെയറുകളും പ്രയോജനപ്രദമായി തീരട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് യേശുവിനെ കുറിച്ചിട്ടുള്ള ചിന്തയാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ദൈവവചന ചിന്തയിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. ഇന്നും യേശുവിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയാണ്. യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ 6 മണിക്കൂർ സമയം മരിക്കുന്നതിനു മുൻപ് വേദനകൾ അനുഭവിച്ചൊക്കെ, പീഡനങ്ങൾ ശരീരത്തിൽ ഏറ്റുവാങ്ങിയുമൊക്കെ, ശരീരത്തിൽ മുറിവുകളേറ്റും വളരെ അസ്ഥി വേർവിട്ട് പോകത്തക്ക നിലകളിലുള്ള വേദനകൾ, അസ്ഥി വേർവിട്ട് പോയില്ല, പക്ഷെ അതുപോലെയുള്ള വേദനകൾ അനുഭവിച്ച് നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടക്കുകയാണ്. ആ ക്രൂശിൽ കിടക്കുന്ന കർത്താവ് എപ്പോഴും ആ സമയത്ത് പോലും, താൻ മരിക്കുന്നതിൻ്റെ തൊട്ടു മുൻപ് പോലും യേശുക്രിസ്തു മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവനാണ്. മറ്റു മനുഷ്യരുടെ കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവനാണ്. ഇന്നത്തെ ഈ അനുഗ്രഹ ദൈവവചന ചിന്തയിലേക്ക് നമുക്കൊരു വാക്യം വായിക്കാം. പ്രിയമുള്ളവരെ, ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 23-ാം അധ്യായത്തിലെ 43-ാമത്തെ വാക്യം. യേശു അവനോട്, ഇന്നു നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഒരു വലിയ നിത്യമായ സന്തോഷം യേശുക്രിസ്തു ഒരു കള്ളനോട് പങ്കുവയ്ക്കുകയാണ്. യേശുക്രിസ്തു പ്രദാനം ചെയ്യുകയാണ്. യേശുക്രിസ്തുവിൻ്റെ വലതുവശത്തും ഇടതുവശത്തുമായിട്ട് ക്രൂശിക്കപ്പെട്ട 2 കള്ളന്മാര്. ആദ്യം അവര് യേശുവിനെ ശപിച്ചു പറയത്തക്ക നിലകളിൽ അവർ സംസാരിക്കുവാൻ, കുറ്റപ്പെടുത്തുവാനൊക്കെയും ഇടയായി. എന്നാൽ രണ്ടാമത് അതിലെ ഒരുവന് മനസ്സാന്തരമുണ്ടാകുവാനായിട്ടിടയായി. യേശുവിനെ ജനം ക്രൂശിച്ചത് യേശു തെറ്റു ചെയ്തത് കൊണ്ടല്ല, നമ്മൾ തെറ്റു ചെയ്തത് കൊണ്ടാണ് നമ്മൾ ക്രൂശിക്കപ്പെട്ടത്. പക്ഷേ യേശു ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ട് യേശുവിനെ ജനം ക്രൂശിക്കുവാനായിട്ട് ഇടയായെന്നുള്ള വസ്തുത ഒരു കള്ളന്റെ ഹൃദയത്തിൽ യേശുവിനെ കുറിച്ചിട്ടുള്ള യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടു. ദൈവത്തിൻ്റെ വചനം ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യം മുതൽ താഴോട്ടിങ്ങനെ വായിക്കുമ്പോൾ, തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ
നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ. യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് പറയുകയാണ്. ഒരു കള്ളനു മനസ്സാന്തരമുണ്ടായിട്ട് ഈ മനുഷ്യൻ പറയുകയാണ്, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു ആ മനുഷ്യനോട് വാഗ്ദാനം ചെയ്യുന്ന വാക്യമാണ് നാം വായിച്ചത്. ഇന്നു നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും. ആ മനുഷ്യന്റെ കാര്യത്തെ ഓർത്ത്, ആ മനസ്സാന്തരപ്പെട്ട ആ കള്ളനായ മനുഷ്യന്റെ കാര്യത്തിൽ യേശു വളരെ ശ്രദ്ധ കാണിച്ചു. യേശുവിന് ആ സമയത്തൊന്നും മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കാനുള്ള സാഹചര്യമൊന്നുമല്ല. വേദന കൊണ്ട് സഹിച്ചു നിൽക്കുന്ന സമയത്ത് നീയൊന്നും മിണ്ടാതിരിക്കുമോ? ഞാൻ അതികഠിനയാൽ വേദനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എനിക്കൊരു സമാധാനം തരുമോ എന്നൊക്കെ യേശുവിന് പറയാമായിരുന്നു. ഒരു വലിയ വേദന അനുഭവിക്കുന്ന മനുഷ്യനോട് സംസാരിക്കാൻ ആരെങ്കിലും നിന്നാൽ ഒരാശ്വാസ വാക്ക് പറയുകയല്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചാൽ വളരെയധികം ദേഷ്യം വരും. എന്നാൽ ഇവിടെ യേശു ആ മനുഷ്യനോട് വളരെ സ്നേഹത്തോടെ, വളരെ ശ്രദ്ധയോടെ ആ മനുഷ്യന്റെ കാര്യത്തിൽ യേശു സംസാരിക്കുകയാണ്. ദൈവവചനം പറയുന്നു, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടും ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവീൻ. മറ്റുള്ളവരും അവരുടെ ആവശ്യങ്ങളും എപ്പോഴും യേശുവിന് പ്രധാനമാണ്. താൻ മരിക്കുന്നതിന് തൊട്ടു മുൻപ് പോലും മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിച്ച നമ്മുടെ യേശു ക്രിസ്തു ഇന്ന് നിങ്ങളുടെ കാര്യങ്ങളെയും ശ്രദ്ധിക്കുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, പല ഭാരങ്ങളിലും പല വിഷയങ്ങളിലും, നിങ്ങളുടെ തലമുറകളുടെ വിഷയങ്ങളിലും ഒക്കെ ഭാരത്തോടെയാണെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു യേശുവുണ്ട്. ഇന്നും ആ യേശു നിങ്ങളെ ശ്രദ്ധിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങളെ യേശു ക്രിസ്തു ശ്രദ്ധിക്കുന്നു. യേശുവിനോടൊന്ന് പറയാം, യേശുവേ, ആ കള്ളൻ പറഞ്ഞതുപോലെ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞതുപോലെ എൻ്റെ വിഷയങ്ങളിൽ എന്നെ ഓർക്കണമേ, എൻ്റെ പ്രാർത്ഥനകളിൽ എന്നെ ഓർക്കണമേ, എൻ്റെ തലമുറകളിൽ എന്നെ ഓർക്കണമേ, എൻ്റെ തലമുറകളെ ഓർക്കണമേ. അവർ വഴിവിട്ടു പോകുവാൻ ഇടയാകാതെ അവരെ ഓർക്കണമേ. എൻ്റെ ആവശ്യങ്ങളിൽ അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നുവല്ലോ, എന്നെ ഓർക്കണമേ. വളരെ ശ്രദ്ധയോടെ നമ്മെ ശ്രദ്ധിക്കുന്ന, നമ്മുടെ ആവശ്യങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു നല്ല കർത്താവായ ദൈവം നമുക്കുണ്ട്. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശു മരണത്തിൻ്റെ, തൻ്റെ മരണത്തിൻ്റെ തൊട്ടു മുൻപ് പോലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധിച്ച നമ്മുടെ യേശുവിൻ്റെ സന്നിധിയിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ആവശ്യങ്ങളെയും സ്തോത്രത്തോടെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കാം. കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പുത്രനെ നൽകി ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളുടെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ ഡെയിലി ബ്ലെസ്സിംഗ് ടൈമിലൂടെ ദൈവവചന ചിന്തകൾ ഒരുമിച്ച് ധ്യാനിക്കുന്ന ഓരോ പ്രിയപ്പെട്ട കുടുംബങ്ങളെയും വ്യക്തികളെയും കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, ഈ വീഡിയോകൾ അനേകർക്ക് അനുഗ്രഹപ്രദമായി തീരാൻ ഷെയർ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കുകയും അത്ഭുതകരമായവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കരുതലുണ്ടാകുകയും അത്ഭുതകരമായി നടത്തുകയും ചെയ്യണം. കർത്താവേ, 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടവനായ കർത്താവായ യേശു, അതിലെ ഒരു കള്ളൻ മനസ്സാന്തരപ്പെട്ടു വന്ന് കർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ, കർത്താവേ, ആ മനസ്സാന്തരപ്പെട്ട കള്ളനോട് മനസ്സലിവ് കാണിച്ച് അവൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ച ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ഓരോ വിഷയങ്ങളിലും അങ്ങയോട് അപേക്ഷിക്കുന്ന ഓരോ കാര്യാദികളിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ ദൈവമാകയാൽ സ്തോത്രം ചെയ്യുന്നു. പിതാവേ, പുത്രനെ മഹത്വപ്പെടുത്തി
അനേക കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി. കർത്താവേ, ഹല്ലേലൂയ. ഓരോ മക്കളും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്ത് ഇന്ന് ഏതെല്ലാം വിഷയങ്ങളിൽ ആവശ്യഭാരത്തോടെ ഇരിക്കുന്നോ അവർക്കെല്ലാം ദൈവത്തിന്റെ അത്ഭുത മറുപടി നൽകി കൊടുത്തു മാനിക്കാനിടയാക്കണം. മക്കളെ ചൊല്ലിയുള്ള അവലോടെയുള്ള കരച്ചിലിന്റെ നടുവിലൊക്കെയും സങ്കടപ്പെടുന്ന ഓരോ അമ്മമാർക്കും ഓരോ രക്ഷിതാക്കൾക്കുമൊക്കെ ദൈവം ആശ്വാസം കൊടുത്ത് മറുപടി നൽകി തലമുറകളെ ദൈവിക അനുഗ്രഹത്തിൽ കരുതി നടത്തുവാനിടയാക്കണം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ എക്സാം ആമേൻ കർത്താവേ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം ബലപ്പെടുത്തിയല്ലോ. ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ വെക്കേഷന്റെ ടൈമുകളിലെല്ലാം ദൈവം അവരെ കാത്തുകൊള്ളണമേ. ജോലി ചെയ്യുന്ന മക്കൾക്ക് വേണ്ടുന്ന കൃപ നൽകണമേ. അങ്ങയുടെ നാമ മഹത്വപ്പെടുവാനിടയാക്കണം. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന, ഞങ്ങളുടെ പ്രാർത്ഥനകളെ ശ്രദ്ധിക്കുന്ന, ഞങ്ങളുടെ മക്കളെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട് എന്നുള്ളതിനായി നന്ദി. അങ്ങേക്ക് മഹത്വം അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മെ ശ്രദ്ധിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഗോഡ് ബ്ലെസ് യു. ആമേൻ.